ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായി സ്നേഹമുള്ളവരെ, രാമനാഥപുര രൂപതയുടെ ഡിഡാക്കെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാം ഉപയോഗപ്പെടുത്തുന്നു എന്നറിയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് സുവിശേഷങ്ങളിൽ കർത്താവിൻ്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളായ യൂദാസ് കറിയോത്തയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം കർത്താവിൻ്റെ 12 അരിമശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. അപ്പസ്തോല സംഘത്തിൻ്റെ കാഷ്യറായിരുന്നു, ട്രഷററായിരുന്നു യൂദാസ് കറിയോത്ത. എങ്കിലും കർത്താവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, കർത്താവിൻ്റെ ജീവിതശൈലിയെക്കുറിച്ച്, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചൊന്നും വ്യക്തമായ ഗ്രാഹ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ യൂദാസ് കറിയോത്തയ്ക്ക് സാധിച്ചില്ല. അങ്ങനെ കർത്താവിന് ഒറ്റുകൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് മനസ്താപം വരുന്നത്. ചോദ്യം ചോദിക്കുന്ന ആൾ ഇതാണ് ചോദിക്കുന്നത്, അദ്ദേഹം മനസ്തപിച്ചു, പക്ഷേ അതേസമയം അദ്ദേഹം തൂങ്ങിച്ചത്തു. പക്ഷേ അദ്ദേഹം മനസ്തപിച്ചല്ലോ, അങ്ങനെയെങ്കിൽ അദ്ദേഹം സ്വർഗത്തിലായിരിക്കോ നരകത്തിലായിരിക്കോ? പാപവും പശ്ചാത്താപവും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. യൂദാസ് കറിയോത്ത അരുതാത്തത് ചെയ്തു, പക്ഷെ അതിനെക്കുറിച്ച് മനസ്തപിച്ചു. പക്ഷേ യൂദാസ് കറിയോത്തയ്ക്ക് പറ്റിയത് മനസ്തപിച്ചു എന്നുള്ളതാണെങ്കിലും മനസ്തപിച്ചതിന് ശേഷം തിരിയേണ്ടിടത്തേക്കും പോകേണ്ടിടത്തേക്കും അധികം പോയില്ല. അദ്ദേഹം മനസ്തപിച്ച് നിരാശനായി, ഡിപ്രസ്ഡായി ജീവിതം അവസാനിപ്പിക്കാനാണ് പോയത്. പക്ഷെ മനസ്തപിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം നരകത്തിൽ പോയോ സ്വർഗത്തിൽ പോയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല. കാരണം ദൈവത്തിൻ്റെ കരുണയാണ് ഇതിൻ്റെ എല്ലാറ്റിനും അടിസ്ഥാനം. ദൈവം അദ്ദേഹത്തോട് കരുണ കാണിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ബൈബിളിലോ അല്ലെങ്കിൽ സഭയുടെ പ്രബോധനങ്ങളിലോ പാരമ്പര്യത്തിലോ ഒന്നും അദ്ദേഹം എവിടേക്കാണ് പോയെന്നും പറയാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെയും കരുണയുടെയും വിധിയുടെയും അടയാളമാണ്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അദ്ദേഹത്തിനുണ്ടായ പരാജയം എന്ന് പറയുന്നത് തെറ്റ് ചെയ്തെങ്കിലും തെറ്റ് തിരുത്തി തിരിഞ്ഞു നടക്കാൻ, ഈശോയിലേക്ക് പത്രോസിനെ പോലെ നടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. സ്വർഗത്തിലാണോ അദ്ദേഹം നരകത്തിലാണോ എന്നുള്ള കാര്യം നമുക്ക് ആർക്കും വ്യക്തിപരമായിട്ട് പറയാൻ സാധിക്കില്ല. സഭയും അതുപോലെ തന്നെ ബൈബിളൊന്നും എവിടേക്കാൻ പോയി. പക്ഷേ കർത്താവിൻ്റെ ഒരു പ്രയോഗമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ നാശത്തിൻ്റെ പുത്രനല്ലാതെ ബാക്കിയൊക്കെ രക്ഷയെക്കുറിച്ച് പറയുന്നത് നാശത്തിൻ്റെ പുത്രനല്ലാതെ വേറെ ആരും എനിക്ക് നഷ്ടപ്പെട്ടില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. ആ നാശം വഴി അദ്ദേഹം മനസ്തപിച്ചെങ്കിലും എവിടേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ദൈവത്തോട് ദൈവം കരുണ തോന്നിയിട്ടുണ്ടാകും എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എവിടേക്ക് പോയെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, തന്നെ സമർപ്പിച്ചു. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പിന്നെ എന്തിനാണ് കർത്താവ് സഭ ഈ ഉപവസിക്കണം, പ്രായശ്ചിത്തം ചെയ്യണം, അതുപോലെ വിശുദ്ധ കുർബാന പങ്കെടുക്കണം എന്നൊക്കെ പറയുന്നത്? ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നേക്കുമായി ബലിയർപ്പിച്ചു. കർത്താവ് ഗാഗുൽത്താ മലയിൽ ഒരു ഹിസ്റ്റോറിക്കൽ സാക്രിഫൈസാണ് നടത്തിയത്. ചരിത്രപരമായി എന്നേക്കുമായി ബലിയർപ്പിച്ചു. പക്ഷേ ബലിയർപ്പിച്ച് ആ ബലി എന്നേക്കും വാലിഡാണ്. അപ്പോൾ മറ്റ് പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, അങ്ങനെ എന്നേക്കുമായി ബലിയർപ്പിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് വിശുദ്ധ കുർബാന? നമുക്കറിയാം, കർത്താവ് അതേ ബലി തന്നെ നമുക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. കൂദാശകളിലൂടെ, അടയാളങ്ങളിലൂടെ, പ്രതീകങ്ങളിലൂടെ. കർത്താവ് എന്നേക്കുമായി ഗാഗുൽത്താ മലയിൽ, കാൽവരി മലയിൽ നേടിയ ആ രക്ഷ നമ്മുടെ കർത്താവിൻ്റെ ബലിയർപ്പണത്തിലൂടെ, കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളൊരു നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. അപ്പോൾ കർത്താവിൻ്റെ മനസ്സാണ്. കാൽവരിയിൽ തലേദിവസം അന്ത്യത്താഴത്തിൻ്റെ സമയത്ത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. കർത്താവ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്, തൻ്റെ ആദ്യത്തെ ബലി, എന്നേക്കുമായിട്ടുള്ള ബലി അർപ്പിച്ചത് പിറ്റേ ദിവസം കാൽവരി മലയിലാണ്. അപ്പോൾ ആ ബലി കർത്താവിന് അർപ്പിച്ചെങ്കിൽ, ആ ബലി നമ്മുടെ ജീവിതത്തിന് ഭാഗമാകണമെങ്കിൽ നമ്മളും അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നിങ്ങളൊരു നാമത്തിൽ ഒരുമിച്ച് കൂടണം, ഒരുമിച്ച് ബലി അർപ്പിക്കണം. അങ്ങനെ സ്വന്തമാക്കണം ആ രക്ഷ. അതിനുവേണ്ടിയാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓരോ ദിവസവും പങ്കെടുക്കുന്നത്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിലെ ഉപവാസം, പ്രാർത്ഥന, പ്രായശ്ചിത്തം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കർത്താവ് ഒബ്ജക്റ്റീവായിട്ട് എന്നേക്കുമായി നേടിയ രക്ഷ ബലഹീനരായ നമ്മൾ, പാപികളായ നമ്മൾ, നമ്മുടെ പ്രായശ്ചിത്ത പ്രവർത്തികളിലൂടെ, ജീവികാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, ഉപവാസത്തിലൂടെ, അതിനേക്കാൾ ഉപരി
കർത്താവിൻ്റെ ബലിയിൽ യോഗ്യതയോടുകൂടി പങ്കുചേർന്ന് നമ്മളത് നമ്മൾക്ക് വ്യക്തിപരമായി സബ്ജക്റ്റീവായിട്ട് വ്യക്തിപരമായിട്ട് സ്വന്തമാക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് നമ്മൾ സഭയിൽ എന്നും വിശുദ്ധ കുർബാന അർപ്പിക്കണം, കുർബാനയിൽ പങ്കുചേരണം, ഉപവസിക്കണം, പ്രായശ്ചിത്തം ചെയ്യണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നൊക്കെ സഭ പഠിപ്പിക്കുന്നത്.